എന്ത് പറ്റി നമ്പൂരിച്ച? ഒന്ന് വീണു. മൂക്കുത്തിട്ടാണോ വീണത്? മൂക്കുത്തി ഇല്ലായിരുന്നു, രണ്ട് കടുക്കന് മാലയിട്ടാ വീണത്. അതല്ല, എങ്ങനാ വീണതെന്ന്. ഒരു 7 ഗ്രാം പില്ലത്തേക്ക് മതിയോ കാണിച്ചു തരാം. എന്റെ ചില കണക്കൂട്ടലൊക്കെ തെറ്റി. അത്രേ ഉള്ളൂ. നിങ്ങളെ കണക്കും കേട്ട് വരും, ഇപ്പൊ തന്നെ ശരിയാക്കി തരാം. സലീമേ, ആ കണക്കല്ല ഹയ്യരെ. ഇന്നലെ നിങ്ങളുടെ കബഡി നിർത്തുമ്പോ കൈയൊന്ന് മറിച്ചു. വയസ്സായി വരികയല്ലേ, കുറച്ച് കോയപ്പെടുത്തിട്ട് നല്ലോണം ഒരു പിടുത്തം പിടിച്ചാൽ മതി. സലീമേ, തെങ്ങ് ചൈക്കില്ല എന്ന് പറയുന്ന ഇമാറുകളൊക്കെ വെട്ടിക്കൊല്ലണം. ഭാഗ്യം, തലയില് വീണത് രക്ഷയായി. വൈദ്യൻ എന്ത് പറഞ്ഞു? വെള്ളം നനയാൻ പാടില്ലെന്ന്, സൂക്ഷിച്ചില്ലെങ്കിൽ പയക്കെന്ന് പറഞ്ഞു. പതുക്കാൻ നമ്മളെ തലേന്ന് ചെക്കപ്പോയ പറഞ്ഞ പലാല് കേൾക്കുന്നാണല്ലോ നാട്ടുകാർ പറയണത്. കേൾക്കാണ്ടിരിക്കാൻ പൊട്ടലൊന്നും ഇല്ലല്ലോ. നിങ്ങൾ നമ്മൾ പറഞ്ഞ് കേട്ടോ? കേട്ടു. കോലി തിരിയുടെ ഭാഷയെ ചോദിക്കി അച്ഛനായിരിക്കാം. അതേ ദിക്ക. ഈ നമ്മളെ പൊരേന്റെ ഉള്ളിൽ കയറി എന്തിനാണ്? പാമ്പിനെ പിടിക്കാണ്. ഈ ആര് പാമ്പ് പിടുത്തക്കാരൻ? ആ പാമ്പ് എങ്ങനത്തെ പാമ്പായിരുന്നു? എങ്ങനത്തെ പാമ്പെന്ന് ചോദിച്ചാൽ തലയും പാലുള്ള പാമ്പായിരുന്നു. അല്ലാണ്ട് പിന്നെ കൊമ്പും കാലുള്ള പാമ്പിനെ ഇനി കണ്ടിട്ടുണ്ടോ? എന്നാൽ ആ പാമ്പ് ഏത് ജാതിയിൽപ്പെട്ട പാമ്പായിരുന്നു? ജാതിയാ തെറ്റിമാരി കുറിയുണ്ടായിരുന്നു. അപ്പൊ അയ്യകാരാവും. നമ്മളെ പൊരയില് പാമ്പ് കേറിയിട്ടില്ല, നമ്മള് കണ്ടിട്ടില്ല. കാണാത്തത് ഉണ്ട് എന്ന് നമ്മൾ വിശ്വസിക്കൂല. ദുബായ് കണ്ടിട്ടുണ്ടോ? ഇല്ല. അപ്പൊ ദുബായ് ഇല്ലേ? പശ കാച്ചിക്കൊണ്ടുപോണ കണ്ടപ്പോഴേ തോന്നി പറഞ്ഞു പോയ കയ്യോ കാലോ ഒട്ടിക്കാനാവൂ. ആരോ 5 കിലോ തൂക്കക്കട്ടി കൊണ്ട് അടിച്ചതാ. 5 കിലോയോ? അതെങ്ങനെ മനസ്സിലായി? മുദ്ര അസലായിട്ട് പതിഞ്ഞിട്ടുണ്ടല്ലോ പുറത്ത്. സ്വല്പം തെറ്റെങ്കിൽ കണ്ണു പോയേനെ. കണ്ണല്ലേ, സാരില്ല. അതിപ്പോ ഒരു കണ്ണാന്ന് വെച്ചാൽ കാണാലോ. അതല്ലേ ഈശ്വരൻ നമുക്ക് 2 കണ്ണുകൾ തന്നിരിക്കുന്നത്. എന്നാല് നിങ്ങളെ ഒരു കാലം നമ്മള് വെട്ടട്ടാ, എന്തിന് 2 വെച്ചോണ്ട് എടുക്കുന്നത്? അത് മെതിയിടി. അപ്പൊ നമ്മളെ പൊരയില് ജിന്നുണ്ടാ? തന്റെ പോലെ ജിന്നുണ്ടോ, ബ്രാൻഡി ഉണ്ടോ, വിസ്കി ഉണ്ടോ എന്ന് നാം എങ്ങനെ അറിയാം? തിരിച്ചടിക്കാൻ ഈ ഇരുന്തലക്കാട സമ്മതിക്കില്ല. പോ പോ പോ.